നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളൊക്കെ വിജയസിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റ് വലിയ കോളിളക്കങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അറസ്റ്റ് വലിയ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുങ്ങുന്നത്. എന്നാൽ വിജയ് സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനം ഇതിനിടയിൽ വരികയാണെന്ന്, ബജറ്റിലെ മാജിക്കുകൾ എന്തൊക്കെയാണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും DMKയുടെ ശ്രമവും. ഇനി സംസ്ഥാനത്തേക്ക് വന്നാൽ മഴയ്ക്ക് ശമനമായിട്ടില്ല, ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയം തന്നെയാണ്. ഇന്ന് 9 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. എല്ലാ വാർത്തകളിലേക്കും വിശദമായി വരാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് നിന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രളയദുരിത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. നടി തൃഷയ്ക്കെതിരായ അശ്ലീല പരാമർശ കേസിൽ അറസ്റ്റിലായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ പ്രതിഷേധിക്കാൻ TVK. സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ DMK. ചെങ്കടലിൽ യമൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ആക്രമണത്തിന് പിന്നിൽ ഹൂതികളെന്ന യമൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള കരാർ നാളെ ഒപ്പിടുമെന്ന US ട്രഷറി സെക്രട്ടറി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗം ഇന്ന് മഹാരാഷ്ട്രയിൽ. രാജ്യവ്യാപക പര്യടനവും തുടർ നടപടികളും ചർച്ചയാകും. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി വേണമെന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചേക്കും. സംപ്രേഷണം വിലക്കി ബംഗ്ലാദേശ്. ഓണമെത്താൻ ആഴ്ചകൾ ബാക്കി നിൽക്കെ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും റെക്കോർഡ് വില വർധനവ്. പ്രതിസന്ധിക്കിടയാക്കിയത് തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ തേങ്ങാവില കുത്തനെ കൂട്ടിയത്. സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ കർണാടകത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമായി തുടരാൻ കാരണം. അതേസമയം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രളയക്കെടുതി നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനവും എടുക്കും. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം രജിത്തിലേക്കാണ്. രജിത്ത്, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 9 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. എന്താണ് മഴയുടെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? എവിടേക്കാണ് ജാഗ്രത വേണ്ടത്? അശ്വതി, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർണാടകയ്ക്ക് മുകളിൽ, തെക്കൻ കർണാടകത്തിന് മുകളിലുള്ള ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ലഭ്യമാക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ശക്തമായ മഴയിലേക്ക് പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്, ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് ഉള്ളത്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലർട്ടിന് സമാനമായ മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഇന്ന് മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് ഉള്ളത്. എങ്കിൽ തന്നെ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും കരുതി തന്നെ ഇരിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എല്ലാ മുന്നറിയിപ്പുകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും ഒപ്പം തന്നെ
തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും വിനോദസഞ്ചാര മേഖലകളിലേക്കടക്കം യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്. ആ യാത്രാ നിരോധനം അടക്കം പാലിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ശക്തമായ മഴ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 25 പേരുടെ മരണം ഇതുവരെ സംസ്ഥാനത്ത് മഴക്കെടുതി മൂലം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കൂടുതൽ വീടുകൾ ഏകദേശം 52ഓളം വീടുകൾ പൂർണ്ണമായും നശിക്കുന്നത് കണക്കുകളടക്കം വ്യക്തമാക്കുന്നു. 500-ലധികം വീടുകൾ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മഴയെ കരുതിയിരിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ക്യാബിനറ്റ് യോഗത്തിൽ കൃത്യമായി തന്നെ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം അടക്കമല്ല അവർക്കുള്ള സഹായമടക്കം ഉള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി റാന്നിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ കോഴഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ മഴക്കെടുതി രൂക്ഷമായ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. റാന്നിയിലെത്തിയ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകും. സഹായമടക്കം ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ധനസഹായമടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. തന്നെയായാലും ശക്തമായ ഒരു മഴ തുടരും മറ്റന്നാൾ വരെ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ മുൻകരുതലുകൾ കൃത്യമായി തന്നെ എടുക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ഇനി പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഒഴിയാതെ ആറന്മുളയും തിരുവല്ലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മഴക്കെടുതി തുടരുന്നതിനാൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന 146 ക്യാമ്പുകളിലായി 7168 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവുണ്ട് വിശദാംശങ്ങളുമായി. കണ്ണൻ, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്? ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് എപ്പോഴത്തേക്ക് വീട്ടിലേക്കൊക്കെ മടങ്ങാനാകും? അശ്വതി, ഏതാണ്ട് ഒരു കനത്ത മഴ ജില്ലയിൽ ഇല്ല എങ്കിലും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ഒരു മഴ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ഇപ്പോഴെങ്ങും മാറുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ ആ ഒരു വെള്ളപ്പാച്ചിൽ എന്തായാലും ആറന്മുള തിരുവല്ല പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൽ ആക്കിയിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പതിയെയാണ് താപ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിയാൻ എന്തായാലും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഏതാണ്ട് 146ഓളം ക്യാമ്പുകൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. ഈ 146ഓളം ക്യാമ്പുകളിലായി 7000ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം വന്നപ്പോഴും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ചില ക്യാമ്പുകളിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ആ ക്യാമ്പുകൾ സ്പ്ലിറ്റ് ചെയ്ത് മറ്റ് ക്യാമ്പുകൾ തുടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ക്യാമ്പുകൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ 146ആയി ഉയർന്നിട്ടുള്ളത്. ഇവിടങ്ങളിൽ ആവശ്യമായ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ നിർമ്മിക്കണമെന്നും അവർക്ക് ആവശ്യമായ നല്ല ഭക്ഷണം ഉൾപ്പെടെ നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാമെന്ന ഒരു അനുമതിയും ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ ആറന്മുള തിരുവല്ല മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വീടുകളും വെള്ളത്തിൽ തന്നെയാണ്. ഈ വെള്ളം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോലും അവിടെ നിന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങാൻ എന്തായാലും സമയമെടുക്കും. കാരണം അങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ മിക്കവാറും വെള്ളത്തിൽ തന്നെയാണ്. അവിടങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ബോട്ടുകളിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും മഴ നേരിയ തോതിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയെങ്കിലും അതിൽ കോന്നിയെ ഒഴിവാക്കിയെന്ന ഒരു വിമർശനം അവിടുത്തെ MLA ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാതിയുണ്ട്. അത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയാനുണ്ട്. അശ്വതി, ശരി. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആറന്മുളയിലും തിരുവല്ലയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ മഴക്കെടുതിയും വെള്ളക്കെട്ടും ഒക്കെ രൂക്ഷമായി തുടരുന്നത്. ഇന്നും സ്കൂളുകൾക്ക് അവധിയാണ്. അതേസമയം ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ MLAയ്ക്കും കാറിലുണ്ടായിരുന്ന ജെറിൻ ജേക്കബ് പോൾ
അരുൺ, വിഷ്ണു എന്നിവർക്കും പരിക്കേറ്റു. ഇവരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പത്തനംതിട്ട ഓമലൂർ ഷട്ടർമുക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. എതിർദിശയിൽ നിന്ന് വന്ന വാഹനം MLA സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് നിഗമനം. പ്രളയ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷം മടങ്ങവെയാണ് MLAയുടെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇനി എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മണ്ണിടിച്ചിൽ, പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകൾ നിർബന്ധമായും മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ട്. ഇ ടി അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകാനുള്ളത്. അശ്വതി, എറണാകുളത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഒപ്പം തന്നെ പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? എവിടെയൊക്കെയാണ് ജാഗ്രത വേണ്ടത്? അശ്വതി, പ്രധാനമായും ഇന്ന് വലിയ മഴയാണ്. രാവിലെ മുതൽ വലിയ മഴ എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഓറഞ്ച് അലർട്ട് ഒരു റെഡ് അലർട്ടിന് സമാനമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നിർബന്ധമായും മാറി താമസിക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. അത് നിർബന്ധമായും അവിടെ നിന്ന് മാറി താമസിക്കണം. അത് മാറി താമസിക്കാത്തവർക്ക് ഉത്തരവിലൂടെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും വലിയ ജാഗ്രത പാലിക്കണം എന്നും ഈ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ വിവിധ പ്രദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. അവിടെ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കോതമംഗലം, അതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളാണ്. കോതമംഗലം ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ, മലയോര മേഖലയായതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവാറ്റുപുഴ നഗരത്തിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഈ മേഖലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം നിരവധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജില്ലയിൽ 9 ക്യാമ്പുകളിലായി 64 കുടുംബങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ കോതമംഗലം താലൂക്കിൽ 2, കുന്നത്തുനാട്, അതുപോലെ തന്നെ മൂവാറ്റുപുഴ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ക്യാമ്പുകൾ ഉള്ളത്. 103 സ്ത്രീകളും 73 പുരുഷന്മാരും കുട്ടികൾ 27, ഇങ്ങനെയാണ് ഈ കണക്കുകൾ ഉള്ളത്. ഇന്നലെ രാത്രിയോടെ വന്നിട്ടുള്ള ലിസ്റ്റാണ് ഇത്. അതായത് ഈ മേഖലകളിൽ വലിയ തോതിൽ ഉള്ള ഒരു മഴക്കെടുതി ഉണ്ട് എന്നതാണ്. ഇന്ന് ജില്ലയിൽ മറ്റിടങ്ങളിൽ ഒന്നും തന്നെ പ്രത്യേക കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എറണാകുളം ജില്ലയുടെ മറുഭാഗം നോക്കുകയാണെങ്കിൽ അത് കടലോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, കടലാക്രമണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള മേഖലകളാണ്. അവിടെയും വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോജി എം ജോൺ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ മൂവാറ്റുപുഴ മേഖലകളിൽ അടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ആരും അത്തരം മേഖലകളിലേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അശ്വതി. ശരി, എന്തായാലും എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. റെഡ് അലർട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മണ്ണിടിച്ചിൽ, പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാനൊക്കെ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ട്. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ രാത്രിയോടെ മഴ മാറിയെങ്കിലും പുലർച്ചെയോടെ മഴ പുനരാരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് കിഴക്കൻ മേഖലയിലടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ മലയോര മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും ഗതാഗത തടസ്സം നിലനിൽക്കുന്നുണ്ട്. പ്രശാന്ത് ജോസഫ് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ മലയോര മേഖലയിലടക്കം വലിയ രീതിയിൽ ഒരു ജാഗ്രത വേണ്ട ഒരു സമയമാണോ? എന്താണ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? എന്തൊക്കെയാണ് ഇപ്പോൾ എത്ര പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നത്?
അശ്വതി, തീർച്ചയായും കോട്ടയം ജില്ലയിലെ ഒരു കാലാവസ്ഥ ഇപ്പോൾ പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. രാത്രി മഴ മാറി നിന്നെങ്കിൽ രാവിലെയോടെ വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചിരിക്കുന്നതാണ്. അത് മലയോര മേഖലയിലടക്കം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇന്നലെ പാലായിലൊക്കെ ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്നിരുന്നു. ഇതേ തുടർന്ന് പാലാ മേഖലയിലെ റോഡുകളിലൊക്കെ ഗതാഗതം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ 2-3 മണിക്കൂറായി ശക്തമായ മഴ തുടരുന്നത് വീണ്ടും ആശങ്ക സൃഷ്ടിക്കുകയാണ്. നിലവിൽ കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതേ തുടർന്ന് ഈ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശവും നൽകിയിരുന്നു. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ കിഴക്കൻ മേഖലയിൽ ഇന്നലെ വെള്ളം ഇറങ്ങിയതോടെ പടിഞ്ഞാറൻ മേഖലയിൽ ഇന്ന് പുലർച്ചയോടെ ഏകദേശം 1 അടിയോളം ജലനിരപ്പ് താഴ്ന്നിരുന്നു. എന്നാൽ വീണ്ടും ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അത് വീണ്ടും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ ഇത്തരത്തിൽ ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും മൂലം വീണ്ടും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പടിഞ്ഞാറേക്ക് വെള്ളം എത്തുന്നതിനും വീണ്ടും ജലനിരപ്പ് ഉയരുന്നതിനുമുള്ളതൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കോട്ടയം ജില്ലയിൽ ഏകദേശം 7000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന കണക്ക്. അത് ഇന്നലെ വൈകുന്നേരം ലഭിച്ച കണക്കാണ്. പുതിയ കണക്കുകൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അതേസമയം ഇന്നലെ നിയമസഭാ സ്പീക്കറും കോട്ടയം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ യോഗം ചേർന്നിരുന്നു. യോഗം ചേർന്ന് വിവിധ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ക്യാമ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചുമൊക്കെ വിലയിരുത്തലുണ്ടായി. ഏതായാലും വൈദ്യുതി ബന്ധം സാധ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തണമെന്ന് KSEB-യോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പല മേഖലകളിലും പടിഞ്ഞാറൻ മേഖലയിൽ പല മേഖലകളിലും ട്രാൻസ്ഫോർമറുകളും മറ്റും ജലനിരപ്പിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി ഓഫാക്കിയിരുന്നു. അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ഓഫാക്കിയിരുന്നത്, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നത്. ഇത് ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. കാരണം വീടുകളിൽ ഇപ്പോഴും കഴിയുന്ന നിരവധി ആളുകളുണ്ട്. ഗ്രഹോപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതും മൊബൈൽ ഫോൺ പോലും ചാർജ് ചെയ്യാൻ കഴിയാത്തതും ഒക്കെ സാഹചര്യം. അതുതന്നെയല്ല, എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടമുണ്ടായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് അടക്കം വെളിച്ചത്തിൻ്റെ ഒരു അസാന്നിധ്യം വലിയ തടസ്സമാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുമൊക്കെ ഉണ്ട്. ഇതെല്ലാം മൂലം സാധ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഇന്നലെ സ്പീക്കർ നിർദ്ദേശം നൽകിയിരുന്നു. അതേപോലെ തന്നെ ക്യാമ്പുകളിൽ പരിശോധന നടത്തിക്കൊണ്ട് ആളുകൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ശുദ്ധജലവും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. അങ്ങനെ ഈ ദുരന്ത നിവാരണത്തിനായി വേണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ യോഗം വിലയിരുത്തി. ആവശ്യമായ എല്ലാ സ്ഥലങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിൽ ആളുകളെ എത്തിക്കുന്നതിന്, അതായത് സേനയെ എത്തിച്ചുകൊണ്ട് NDRF-ൻ്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സേവനം ലഭ്യമാക്കിക്കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇടപെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എത്തരത്തിലാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളതും യോഗം വിലയിരുത്തി. ഇപ്പോഴും NDRF-ഉം ഫയർഫോഴ്സും ഒക്കെ വിവിധ കേന്ദ്രങ്ങളിൽ ആളുകളെ ഇപ്പോഴും പുറത്തെത്തിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം വേളൂർ എന്ന സ്ഥലത്താണ്. അല്പം മുമ്പാണ് ഫയർഫോഴ്സിന്റെ ഒരു സംഘം ഇവിടെ നിന്നും മടങ്ങിയത്. 15 പേരോളം അടങ്ങുന്ന സംഘം ഇവിടെ എത്തി വീടുകളിൽ നിന്നും ഒരു രോഗിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം വരുന്നത്. ഏതായാലും മഴ തുടരുന്നത് കോട്ടയം ജില്ലയിൽ ഇപ്പോഴും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അശ്വതി, ശരി, എന്തായാലും കോട്ടയം ജില്ലയിലും മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ആശങ്കയുടെ മണിക്കൂറുകളാണ്, ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയം തന്നെയാണ്. കിഴക്കൻ മേഖലയിലടക്കം ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇന്നലെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ മഴ ലഭിച്ചിരുന്നു. പടിഞ്ഞാറൻ മേഖലയിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ പ്രധാനപ്പെട്ട പലയിടത്തും ഇപ്പോൾ ഗതാഗത തടസ്സമടക്കം നിലനിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും ശക്തമായ മഴയാണ് തുടരുന്നത്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. MM രാഗേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. രാഗേഷ്, നിലവിൽ കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് ഒരു മഴയുടെ സാഹചര്യം? തീരദേശ മേഖലയിലടക്കം ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും ജില്ലയിൽ നൽകിയിട്ടുണ്ടല്ലോ. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ടുകളുണ്ടായിരുന്ന പല ഭാഗത്തു നിന്നും വെള്ളം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യവുമുണ്ട്. അതേസമയം തന്നെ കക്കയം ഡാം നേരത്തെ തുറന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ആ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കൂടെ മാറുകയാണെങ്കിലാണ് സ്ഥിതി ആശ്വാസകരമാവുക. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 808 ആണ്. 18 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 327 കുടുംബങ്ങളിലെ 316 പുരുഷന്മാരും 360
263 സ്ത്രീകളും 129 കുട്ടികളുമാണ് മൊത്തത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. ഇവിടെ 11 ക്യാമ്പുകളിലായി 250 കുടുംബങ്ങളിലെ 635 പേരാണുള്ളത്. താമരശ്ശേരി താലൂക്കിലെ 3 ക്യാമ്പുകളിലായി 82 പേരും, വടകര താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 82 പേരും, കൊയിലാണ്ടി താലൂക്കിലെ 2 ക്യാമ്പുകളിലായി 9 പേരും കഴിയുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്കൂളുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ തന്നെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതുകൂടാതെയാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കിഴക്കൻ മലയോര മേഖല, പ്രത്യേകിച്ച് ഈ സമയത്ത് റാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള മലബാറിൻ്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താനാവുന്ന മലബാർ റിവർ ഫെസ്റ്റ് നടക്കുന്ന സമയം കൂടെയായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ളവയ്ക്കും നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി ഉൾപ്പെടെയുള്ള, വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക്, ഇത്തരം മേഖലകളിലേക്ക്, ഹൈറേഞ്ചിലേക്ക് ആളുകളോട് പോകരുത് എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, എന്തായാലും കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാലും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഓറഞ്ച് അലർട്ടാണെന്ന് ജില്ലയിലുള്ളത്. അതേസമയം തന്നെ മലയോര മേഖലയിൽ അടക്കം ജാഗ്രത വേണ്ട ഒരു സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം രാഗേഷ്. CGP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. യുവാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ടറിയുന്നതിനായി രാജ്യവ്യാപക പര്യടനം സംഘടിപ്പിക്കുവാൻ CJP ആലോചിക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനുടെ വിശദാംശങ്ങളുമായി. ജിഷ്ണു, ഈ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടേക്കും. പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ഈ അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നൊരു ആവശ്യവുമുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പാർലമെന്റിനകത്തും പുറത്തും, അതായത് പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് പാർലമെന്റ് കവാടത്തിലും ഒപ്പം ഇരുസഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും ഈ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. കൂടാതെ അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. ഈ ഒരു സമ്മേളന കാലയളവ്, വർഷകാല സമ്മേളനം മുഴുവൻ പരിശോധിക്കുമ്പോൾ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കപ്പുറത്തേക്ക് മറ്റ് ചർച്ചകളോ പാർലമെന്റ് നടപടികളോ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം യാതൊരു കാരണവശാലും സഹകരിക്കുകയോ സഭാ നടപടികളോട് സഹകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് ഈ പോലീസ് നടപടിയിൽ ഡൽഹി പോലീസിന്റെ ഉത്തരവാദിത്തമുള്ളത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. ഈ CJP സമരത്തിന്റെ പാർലമെന്റ് മാർച്ചിനുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് സഭയിൽ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ്. ഒപ്പം ഈ അയോധ്യ ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ മറുപടി പറയണമെന്നും ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഈ രീതിയെ രൂക്ഷമായി സ്പീക്കർ ഓം ബിർളയും ഒപ്പം മുതിർന്ന കേന്ദ്രമന്ത്രിമാരും വിമർശിച്ചു. വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ഓരോ വിഷയങ്ങളിലും ചർച്ച നടത്തി പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഷയവുമായി എത്തി സഭ തടസ്സപ്പെടുത്തുകയാണെന്നും ഇത് പാർലമെന്റ് മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തിയത്. ഒപ്പം ചോദ്യോത്തരവേള ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർളയും നടത്തിയിരുന്നു. ഏതായാലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ മുന്നണി യോഗത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെടുത്തത്. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായകമായ യോഗം ഇന്ന് മഹാരാഷ്ട്രയിൽ ചേരുന്നുണ്ട്. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു യോഗം കോക്രോച്ച് ജനതാ പാർട്ടി ചേരുന്നത് ഇന്നാണ്. അഭിജിത് ദീപ്കെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ, കൂടാതെ ഈ CJPയുടെ വക്താക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രമുഖരുമായുള്ള കൂടിയാലോചനകൾ ഉണ്ടാകും. നിലവിൽ ഈ യുവാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അറിയുന്നതിനായി ഒരു രാജ്യവ്യാപക പര്യടനം നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. ഏതായാലും
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്ന് ആലോചിക്കുന്നതിനാണ് 2 ദിവസത്തെ യോഗം ഇന്ന് മഹാരാഷ്ട്രയിൽ ആരംഭിക്കുന്നത്. അശ്വതി. ജിഷ്ണു, ഈ പറഞ്ഞതുപോലെ തന്നെ CJPയുടെ ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള യോഗം നിർണായക യോഗമാണെന്ന് ചേരുന്നത്. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടടക്കം നടത്തിയ സമരങ്ങളിൽ വലിയൊരു പിന്തുണ, പ്രതിപക്ഷത്തിനടക്കം വലിയൊരു പിന്തുണയാണ് CJPക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ യുവാക്കളുടെ അഭിപ്രായം നേരിട്ടറിയാനായി രാജ്യവ്യാപക പര്യടനം സംഘടിപ്പിക്കുന്ന CJP അത് നിർണായകമായ തീരുമാനം തന്നെ ആയിരിക്കില്ലേ? എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും CJP ഇന്ന് ഈ യോഗത്തിലൊക്കെ ചർച്ചയാക്കുന്നത്? അശ്വതി, 2 ദിവസത്തെ യോഗത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് അത് പെട്ടെന്ന് രൂപം കൊണ്ടൊരു സോഷ്യൽ മീഡിയ വഴി രൂപം കൊണ്ടൊരു കൂട്ടായ്മയായിരുന്നു. പിന്നീട് ആ കൂട്ടായ്മ പൊതു രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ജന്തർ മന്ദറിലാണ്. പരീക്ഷാ ക്രമക്കേടുമായി ജന്തർ മന്ദറിൽ ആദ്യം 1 ദിവസത്തെ സമരം ആരംഭിക്കുകയും പിന്നീട് അതൊരു അനിശ്ചിതകാല സമരത്തിന് അഭിജിത്ത് ആഹ്വാനം ചെയ്യുകയും അത്തരത്തിൽ അതൊരു വലിയ സമരമായി ഡൽഹിയിൽ മാറിയിരുന്നു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയെ ഏത് രീതിയിൽ മുൻപോട്ട് ഇനി കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച നിർണായകമായ ചർച്ചകളായിരിക്കും ഈ 2 ദിവസങ്ങളിൽ നടക്കുക. അതിനായി ഈ നേരത്തെ ജന്തർ മന്ദിറിലെ സമരത്തിന് പിന്തുണ നൽകിയിട്ടുള്ള വിവിധ പ്രമുഖ വ്യക്തികളുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ ആശയവിനിമയം നടത്തും, ഭാവി പരിപാടികൾ തീരുമാനിക്കും. അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ളതാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യവ്യാപകമായൊരു പ്രചാരണ പരിപാടി അല്ലെങ്കിൽ ഒരു ആളുകളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനും യുവാക്കളുടെ പ്രതികരണങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും ഇത്തരത്തിലൊരു രാജ്യത്തുടനീളം ഒരു പര്യടനം നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി ആലോചന നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ അഭിജിത്ത് ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അത് ഏത് രീതിയിലായിരിക്കണം, എപ്പോൾ തുടങ്ങണം എന്നുള്ളതെല്ലാം സംബന്ധിച്ച ചർച്ചകൾ ഇന്നും നാളെയുമായി ചേരുന്ന യോഗത്തിൽ ഉണ്ടാകും. അതിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ വക്താക്കളെയും ഒപ്പം ജന്തർ മന്ദറിലെ സമരവേദിയിലെത്തിയിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാം തന്നെ അഭിജിത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. നിർണായകമായ യോഗം തന്നെയാണ്. കാരണം രാജ്യത്ത് അടുത്ത കാലത്ത് യുവാക്കൾ കൂടുതലായി ഇറങ്ങുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ എത്തിയ ഒരു കൂട്ടായ്മ അതിന്റെ ഭാവി പ്രവർത്തനം ഏത് രീതിയിലാകണം എന്ന് ചർച്ച ചെയ്യുന്നതിനാണ് 2 ദിവസത്തെ യോഗം ചേരുന്നത്. അശ്വതി. ശരി, CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്നും പ്രക്ഷുബ്ധമായേക്കും. അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രിയുടെ മറുപടിയടക്കം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം CJP ഇന്ന് നിർണായക യോഗം ചേരുകയാണ്. യുവാക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ടറിയുന്നതിനായി രാജ്യവ്യാപക പര്യടനമടക്കം സംഘടിപ്പിക്കാനാണ് CJP ആലോചിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാടിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ പൊതുബജറ്റ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 10 മണിക്ക് നിയമസഭാ ഹാളിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം തമിഴ്നാടിന്റെ സാമ്പത്തിക തന്ത്രങ്ങളും വികസന മുൻഗണനകളും പ്രഖ്യാപിക്കുന്ന നിർണായകമായ ഏടായിരിക്കും ഈ ബജറ്റ്. ധനമന്ത്രി മരിയ വത്സാണ് ബജറ്റ് അവതരിപ്പിക്കുക. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള നിരവധി പദ്ധതികൾ ഇടം പിടിച്ചേക്കും. TVK തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര ദർശന പദ്ധതിയായ വെട്രി തമിഴകത്തിന് മുൻതൂക്കം നൽകുന്നതായിരിക്കും ബജറ്റ്. നാളെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കും. പ്രാദേശിക കാർഷിക സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശക്തമായ പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ നടി തൃഷയ്ക്കെതിരെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം പുകയുകയാണ്. ഉദയനിധിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് TVK സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലാണ് വിവാദ പരാമർശമുണ്ടായത്. ഉദയനിധിക്കെതിരെ ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. കാവേരി വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ TVK നടത്തുന്ന കൃത്രിമ നീക്കമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിയമസഭയിലടക്കം വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ചെങ്കടലിൽ ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ചരക്കു കപ്പലിന് നേരെ ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ യമൻ സ്വദേശിയായ ഒരാൾ ഒഴികെ എല്ലാവരും ഇന്ത്യക്കാരാണ്. യമന്റെ പടിഞ്ഞാറൻ തീരത്തിന് സമീപമാണ് MSV
ഫൈസ നൂർ ഒലിയ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഹൂതി വിമതരുടെ പിടിയിലുള്ള ഹുദൈദ നഗരത്തിന് 13 നോട്ടിക്കൽ മൈൽ തെക്കുവച്ചാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് യമൻ ആരോപിച്ചു. എന്നാൽ ഹൂതികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളുമില്ലാത്ത കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജലപാതകളിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയണമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. ജീവനക്കാരെ രക്ഷിച്ചതിന് യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ട സഹായങ്ങൾ നൽകുവാനും മറ്റ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഡയറക്ടർ ജനറൽ മാരിടൈം അഡ്മിനിസ്ട്രേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കാനാകുമെന്ന US പ്രതീക്ഷ പങ്കുവച്ചതോടെ എണ്ണവില 3 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. എണ്ണവിലയുടെ ആഗോള മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡിന്റെ വില 5% കുറഞ്ഞു. ഇറാൻ, ഒമാൻ രാജ്യങ്ങളുമായി ഹോർമൂസ് കടലിടുക്ക് വഴി കയറ്റുമതി ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി US അറിയിച്ചു. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള കരാർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഉടൻ അംഗീകരിക്കപ്പെടുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതിന്റെ 2ാം വാർഷിക ദിനത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ നിർണായക നീക്കം. ഹസീന ഇന്ത്യൻ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുന്നത് ഉഭയകക്ഷി ബന്ധത്തിന് ദോഷം ചെയ്യുമെന്ന് ബംഗ്ലാദേശ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വകാര്യ മാധ്യമ സ്ഥാപനമാണെന്നും സർക്കാരിന് പങ്കില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 5 നടന്ന ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയുടെ 16 വർഷത്തെ ഭരണം അവസാനിച്ചത്. തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടി ഹസീന പല അഭിമുഖങ്ങളും പ്രസ്താവനകളും നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പൊതുപരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ്. വൈകിട്ട് 6-ന് ഡൽഹി ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലെ മാർക്ക് ടുഡ്ലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീനാസ് ഹോം കമ്മിങ് എന്ന പരിപാടിയിലൂടെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായിട്ടായിരിക്കും പരിപാടി. ഹസീനയ്ക്കൊപ്പം ബംഗ്ലാദേശിലെ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും നയതന്ത്രജ്ഞരും ചടങ്ങിൽ പങ്കാളികളാകും. പരിപാടിയുടെ സംപ്രേഷണം ബംഗ്ലാദേശ് സർക്കാർ വിലക്കിയിട്ടുണ്ട്. തന്റെ ഭാവി രാഷ്ട്രീയ പദ്ധതികളെക്കുറിച്ച് അവർ പരിപാടിയിൽ വിശദീകരിക്കുമെന്നാണ് സൂചന. ഡിസംബറോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും നിയമ നടപടി നേരിടുമെന്നും ഹസീന അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ ഇന്ത്യ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. നിയമപരമായ പരിശോധനകൾ നടത്തിവരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തൃശൂർ ഇരിങ്ങാലക്കുട ITU ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പെന്ന കണ്ടെത്തൽ. ബാങ്കിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 49 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി ബാങ്കിൽ നിന്നും വഴിവിട്ട വായ്പകൾ നൽകിയതാണ് കോൺഗ്രസ് ഭരണസമിതി നയിക്കുന്ന ബാങ്കിനെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ. നിയമങ്ങൾ പാലിക്കാതെ ചട്ടവിരുദ്ധമായി ബാങ്കിൽ നിന്ന് കോൺഗ്രസ് അനുയായികൾക്കും പ്രവർത്തകർക്കും വായ്പകൾ നൽകിയതാണ് ബാങ്കിനെ വൻ നഷ്ടത്തിലേക്ക് നയിച്ചത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബാങ്കിൽ നടന്നത് കോടികളുടെ ക്രമക്കേടാണ്. ചില വായ്പകളുടെ ഈടായി യഥാർത്ഥ പ്രമാണം പോലും ബാങ്കിലില്ല. പകരം വായ്പക്കാരന്റെ പക്കലാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതുമൂലം ബാങ്കിന് നിയമപരമായി ആ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല. KPCC സെക്രട്ടറിയും നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണുമായ MP ജാക്സൺ ആയിരുന്നു കഴിഞ്ഞ 36 വർഷമായി ബാങ്കിന്റെ ചെയർമാൻ. ഈ കാലയളവിലാണ് ബാങ്കിൽ ക്രമക്കേട് നടന്നത്. തുടർന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളിലായി RBI ആണ് ബാങ്ക് നിയന്ത്രിച്ചിരുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും കർശന നിയന്ത്രണങ്ങളാണ് RBI ഏർപ്പെടുത്തിയത്. ഇതോടെ അത്യാവശ്യ ഘട്ടത്തിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സാധാരണക്കാരായ നിക്ഷേപകർ. നിലവിൽ കോൺഗ്രസിന് ബാങ്കുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് നിക്ഷേപകരെ കൈയൊഴിയാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അമൃത ന്യൂസ്, തൃശൂർ. ഓണം മലയാളിയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും വിലയേറുന്നു. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ തേങ്ങാവില കുത്തനെ കൂട്ടിയതോടെയാണ് കേരളത്തിലും നാളികേര വില കുതിച്ചുയർന്നത്. ഓണം അടുക്കുന്നതോടെ വിപണിയിൽ വില ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ.
വില കൂട്ടിയാൽ വാങ്ങിയല്ലേ പറ്റത്തുള്ളൂ, വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വാങ്ങിക്കും. കഴിഞ്ഞ ആഴ്ച വരെ ലിറ്ററിന് 270 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒറ്റയടിക്ക് 10 രൂപ വർദ്ധിച്ച് 280 രൂപയായി. കിലോയ്ക്ക് 70 മുതൽ 80 രൂപ വരെയാണ് നിലവിൽ നാളികേരത്തിന്റെ ചില്ലറ വിൽപ്പന വില. തമിഴ്നാട്ടിൽ കൊപ്ര കച്ചവടക്കാർ വില ഉയർത്തിയതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പെട്ടെന്ന് വില കൂട്ടാൻ പറ്റത്തില്ല. വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വില പഴയ വിലയിൽ തന്നെ ഓടിക്കുക, അത് നടക്കത്തുള്ളൂ. ആൾക്കാരെ പൈസയൊന്നുമില്ല അവസ്ഥയിലോട്ടാണ്. ഇപ്പോൾ തമിഴ്നാട് തേങ്ങയുടെ വിലയെക്കാട്ടി കുറച്ചും കൂടെ താത്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. കേരളത്തിലെ ആവശ്യത്തിന് ഏറ്റവും അധികം നാളികേരം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നാടൻ തേങ്ങയെ അപേക്ഷിച്ച് തമിഴ്നാട് തേങ്ങയ്ക്ക് വിലയിൽ നേരിയ കുറവുണ്ടെങ്കിലും പൊതുവിപണിയിലെ വിലവർധന വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കിലോ 70, പാലക്കാട് പൊള്ളാച്ചി നല്ല വിലയ്ക്ക് വരുന്നത്, മാർക്കറ്റിംഗ് വിലയ്ക്ക് വരുന്നത്. വില കൂടുതലുണ്ട്, ഓണമൊക്കെ അല്ലേ, അവിടെ ഡിമാൻഡാണ് സാധനം. രാമായണ മാസം ആരംഭിച്ചതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും നാളികേരത്തിന് ആവശ്യമേറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഓണക്കാലം കൂടി എത്തുന്നതോടെ വിപണിയിൽ ഇനിയും വില കൂടാനാണ് സാധ്യത. തേങ്ങ വാങ്ങിച്ചു, എല്ലാത്തിനും വില കൂടുതലാ. ഇപ്പൊ 70 രൂപ 72 രൂപ എത്ര കണ്ടായി തേങ്ങയ്ക്ക്. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക, ഓണം എങ്ങനെ ആഘോഷിക്കുമെന്ന്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുന്നതോടെ കേരളത്തിന്റെ ആവശ്യം ഇനിയും കുത്തനെ ഉയരും. കുറഞ്ഞ നിരക്കിൽ ഇവ ലഭ്യമാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രതികൂല കാലാവസ്ഥ, വന്യമൃഗശല്യം ഇതെല്ലാം തരണം ചെയ്ത് പച്ചക്കറി കൃഷിയിൽ മികവ് തെളിയിക്കുകയാണ് ഇടുക്കി മേരികുളം ഉപ്പൂട്ടിയിൽ റോയി ജോർജ് എന്ന കർഷകൻ. ഈ ഓണക്കാലത്ത് 3 പഞ്ചായത്തുകളുടെ ഓണച്ചന്തകളിലേക്ക് എത്തുന്നത് റോയി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളാണ്. വർഷമായി ഇടുക്കി മേരികുളം ഉപ്പൂട്ടിൽ റോയി ജോർജ് പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട്. സ്വന്തമായുള്ളത് 10 സെന്റ് ഭൂമി മാത്രം. പാട്ടത്തിനടുത്ത 4 ഏക്കറിലാണ് കൃഷി. പയർ, തക്കാളി, വെണ്ട, ചേമ്പ്, ചേന, മത്തങ്ങ തുടങ്ങിയ പച്ചക്കറികൾ, വാഴ, കപ്പ, കുരുമുളക് തുടങ്ങിയ വിളകൾ വേറെ. എങ്കിലും പച്ചക്കറി കൃഷിയോടാണ് റോയിക്ക് താല്പര്യം കൂടുതൽ. പച്ചക്കറി നല്ല ലാഭകരമായ രീതിയിലുള്ള, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല വിലയുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് തന്നെ നല്ല വില. ഇവിടുത്തെ നാടൻ പച്ചക്കറികളൊക്കെയാണ് ആൾക്കാർ തിരിച്ച് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വീടുകളിലെല്ലാം നല്ല രീതി, നല്ല ലാഭമാണ്. ഒരാഴ്ച 2 പ്രാവശ്യം കൃഷി എടുക്കാം. നല്ല ലാഭകരമായ ഒരു കൃഷിയാണ്. അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള പുരസ്കാരം 2 തവണ ലഭിച്ചു. ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുക. ഭൂരിഭാഗം ജോലികളും സ്വന്തമായി ചെയ്യും. വന്യമൃഗശല്യമാണ് കൃഷിക്ക് ഏറ്റവും വലിയ ഭീഷണി. കേഴയാടും വെല്ലിൻ്റെ ഒക്കെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. എന്നും ഭയങ്കര ശല്യം. എൻ്റെ മുഴുവൻ കുറേ പയറിൻ്റെ തലക്കെല്ലാം മുറിച്ച് കടിച്ച് നിന്നിട്ടങ്ങ് പോവുകയാണ്. ചേനയാണ് കാണത്തില്ല. ചേന അത് കിളുത്ത് വരുമ്പോഴേ മൊത്തം മുഴുവൻ തീർക്കണം. അതുപോലെ ഭയങ്കര ശല്യമാണ് ഇവിടെ. പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് റോയിയുടെ കൃഷി. ഇത്തവണത്തെ ഓണവിപണി സജീവമാകുമെന്നും മെച്ചപ്പെട്ട വില ലഭിക്കുമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് വിട. പുതിയ പദ്ധതിയുമായി കോഴിക്കോട് സിറ്റി പോലീസ്. പരിശീലനം പൂർത്തിയാക്കിയ 75 ട്രാഫിക് വാർഡന്മാർ ചുമതലയേറ്റു. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതക്കുരുക്ക് നീക്കാനായി പദ്ധതി ഒരുങ്ങിയത്. സ്കൂൾ, റോഡുകൾ, ഹൈവേ, മാളുകൾ എന്നിവിടങ്ങളിലടക്കം വാർഡന്മാരുടെ സേവനം ലഭ്യമാവും. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ ഷൌക്കത്ത് അലിയാണ് ഗതാഗതക്കുരുക്ക് നീക്കാനായി ഈ പദ്ധതി രൂപീകരിച്ചത്. DCP പദം സിംഗിനാണ് നടത്തിപ്പ് ചുമതല. 75 പേരിൽ 35 പേരും സ്ത്രീകളാണ്. തിരക്കുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഈവനിങ് സമയത്ത്, ഹോളിഡേയ്സിൽ, ബീച്ച് സൈഡിൽ നല്ല തിരക്കുള്ള സമയത്ത് ഗതാഗത കുരുക്കുണ്ടാക്കുന്ന മാളുകളുടെ ഫ്രണ്ടിൽ ഇത് പോലീസിനെ സഹായിക്കാനും, കൂടാതെ ചില സ്കൂളുകളിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിന് അവർക്ക് അത്യാവശ്യം ട്രെയിനിങ് കൊടുത്തു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ഈ ട്രാഫിക് വാർഡന്മാരെ കയ്യിൽ നിന്ന്. പെട്ടെന്ന് കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തു. അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ പൊതുജനങ്ങളും അവരോട് സഹകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഫയർഫോഴ്സിൽ വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിച്ചവരും NCC, SPC കേഡറ്റുകളും ട്രോമ കെയർ വളണ്ടിയർമാരുമടക്കം ട്രാഫിക് വാർഡന്മാരായി ചുമതലയേറ്റിട്ടുണ്ട്. സൗജന്യമായാണ് ഇവരുടെ സേവനം. കോഴിക്കോട് റോട്ടറി ക്ലബ്ബാണ് ഇവർക്കായി പരിശീലനം നൽകിയത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ 3 മണി മുതൽ 8 മണി വരെയുള്ള 5 മണിക്കൂറായിരിക്കും ട്രാഫിക് വാർഡന്മാരുടെ സേവനം. ഭാവിയിൽ വാർഡന്മാരുടെ സേവനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന കാര്യങ്ങളടക്കം പരിഗണിക്കും.
കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു, കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ, സിറ്റി പോലീസ് കമ്മീഷണർ ഷൌക്കത്ത് അലി, ACP പദം സിംഗ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. രാമ രാമ ജയ സീതാരാമ. സ്വാർത്ഥതയും അധികാരമോഹവും മനുഷ്യനെ രാവണ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന പ്രവണതയെന്ന് ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ. നന്മയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായി വാൽമീകി അവതരിപ്പിച്ച ശ്രീരാമന്റെ മൂല്യങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞുവരികയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്നും കാണിച്ചു തരാനായിരുന്നു വാൽമീകിയുടെ രാമസൃഷ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. രാമനിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് കാണിക്കാനാണ് വാൽമീകി ശ്രമിച്ചത്. അതായത് നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് മനുഷ്യനാവാൻ പറ്റും. അതേപക്ഷം നമ്മുടെ മഹാഭൂരിപക്ഷം മനുഷ്യരും ആധുനിക കാലത്ത് സ്വാർത്ഥതയിലൂടെ വളർന്നാൽ ഒരു രാവണ സ്വഭാവം കൈവരും. എന്ന് വെച്ചാൽ അതിനെ ആ കാലത്ത് രാക്ഷസൻ എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ അസുരൻ എന്നാണ് വിളിച്ചത്. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതലാണ്, എവിടെ നോക്കിയാലും കാണാം. രാമൻ കുറവാണ്. അതായത് മനുഷ്യനാണെങ്കിൽ ഈ തിന്മകൾ ചേരുമ്പം നന്മയുടെ ഒരു ചേരുവ കൂടുതലായിരിക്കാം. അങ്ങനെ ഒരു കഥാപാത്രത്തെ ലോകത്ത് അക്കാലത്ത് അവതരിപ്പിക്കേണ്ടത് ഒരാവശ്യമാണെന്ന ബോധത്തിലാണ് വാൽമീകി അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇക്കാലത്ത് അത് അതിനേക്കാൾ ആവശ്യം. കാരണം ഇക്കാലത്ത് ഈ നന്മയുടെ അളവ് മനുഷ്യരായി നമ്മൾ കണക്കാക്കുന്ന ഒരുപാട് പേരിൽ കുറഞ്ഞു വരികയാണ്. രാവണനും രാമനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രാമൻ മനുഷ്യനാകാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയി. രാവണൻ മനുഷ്യനല്ലാതാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോയി. രണ്ടുപേരുടെയും സഞ്ചാരം നേരെ തിരിച്ചാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സ്വഭാവങ്ങളെ ഇന്നത്തെയും എന്നത്തെയും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കുകയായിരുന്നു വാൽമീകി. അപ്പോൾ അത് വാൽമീകി കൃത്യമായി മനുഷ്യനോട് പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ മനുഷ്യനാവുക, ഇങ്ങനെയാണെങ്കിൽ മനുഷ്യനാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവണനാകാം. രാമൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. മാതൃക എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ആവുകയല്ല. നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പം അതിലെ ചില വഴികൾ നമുക്ക് സ്വീകരിക്കാം. അതായത് വാൽമീകി എല്ലാത്തിനും ഇതാണ് ശരി എന്ന് ഉത്തരം പറയുകയല്ല. ആ ശരി കണ്ടെത്താനുള്ള ഒരു ഗവേഷണ ഉത്തരവാദിത്വം രാമായണം വായിച്ചുൾക്കൊള്ളുന്നവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വിധിമറച്ച കാഴ്ചയെ അറിവിന്റെ വെളിച്ചത്തിലൂടെ തിരികെ പിടിക്കുകയാണ് ആലപ്പുഴയിലെ ഒരു അധ്യാപിക. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത ശ്രീരേഖ എന്ന അധ്യാപിക വിധിയോട് പോരാടിയാണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചം പകരുന്നത്. വിധിമറച്ച വിശാല ലോകത്തെ അവൾ വിജ്ഞാനം കൊണ്ട് തുറന്നിട്ടു. തൻ്റെ മുന്നിലിരിക്കുന്ന കുരുന്നുകളുടെ കണ്ണുകളിൽ തെളിയുന്ന പുത്തൻ അറിവിൻ്റെ വെളിച്ചത്തിലൂടെ. ചേർത്തല സ്വദേശി ശ്രീരേഖയുടെ ജീവിതരേഖ ഇരുട്ടിൽ തറഞ്ഞു നിന്നു, മുന്നോട്ടുള്ള ദിശയറിയാതെ. പക്ഷേ തോറ്റുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്ന ആ മനസ്സ് പരിമിതികളുടെ ലോകത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സാധ്യതകളുടെ പുതിയ ലോകത്തേക്ക് പറന്നു. കണ്ണിലെ ഞരമ്പിൻ്റെ തകരാറാണ് ജനിച്ച നാൾ മുതൽ ശ്രീരേഖയ്ക്ക് ഇരുട്ട് സമ്മാനിച്ചത്. കാഞ്ഞിരപ്പള്ളി സ്പെഷ്യൽ സ്കൂളിൽ 7 വരെ പഠനം. അവിടെ തന്നെ സാധാരണ സ്കൂളിലാണ് 10ാം ക്ലാസ് പൂർത്തിയാക്കിയത്. 10ാം ക്ലാസ്സിലെ മാർക്ക് കുറവ് മൂലം ശ്രീരേഖ ഏറെ വിഷമിച്ചു. എനിക്കും നേടണമെന്ന വാശിയിൽ നടത്തിയ പഠനം മൂലം പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് നേടി. SN കോളേജിൽ ബിരുദത്തിനും ആര്യാട് കോളേജിൽ BEdനും മികച്ച വിജയമായിരുന്നു. 2007 സർക്കാർ സർവീസിൽ കയറിയ ശ്രീരേഖ തണ്ണീർമുക്കം, വെള്ളിയാകുളം ഗവൺമെൻറ് സ്കൂളുകളിലും ജോലി ചെയ്ത ശേഷമാണ് 2009 ചേർത്തല ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെത്തുന്നത്. ഇന്ന് ഈ സ്കൂളിലെ കുട്ടികളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഈ ഇഷ്ടാധ്യാപിക. ഇവിടെ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. അതായത് എല്ലാവരുടെയും സഹകരണവും സ്നേഹവും അംഗീകാരവും സഹായവും എല്ലാം എനിക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ എന്ന് പറയുന്നത് സാധ്യമല്ലെങ്കിലും ഇപ്പോൾ
മറ്റ് വേറെ ബ്രെയിൽ ലിപി ഉപയോഗിച്ച് ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്നുണ്ട്. കുട്ടികൾ വളരെയധികം സഹകരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. അവർ ഞാൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹോംവർക്കോ അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരികയും അങ്ങനെ നല്ലൊരു സഹകരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. സ്കൂളിലെ 2ാം നിലയിലും 3ാം നിലയിലുമുള്ള ക്ലാസ്സുകളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും സജിത എന്ന അധ്യാപികയുടെ സഹായത്തോടെയാണ്. റിട്ടയർഡ് അധ്യാപികയും ബന്ധുവും കൂടിയായ സജിതയാണ് ശ്രീരേഖയുടെ സഹായി. പാഠപുസ്തകങ്ങൾ ബ്രെയിൻ ലിപിയിലേക്ക് മാറ്റിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നതും നോട്ട്സ് പറഞ്ഞു കൊടുക്കുന്നതും. കുട്ടികളുടെ ശബ്ദത്തിലൂടെ ഓരോരുത്തരെയും വേറിട്ട് മനസ്സിലാക്കിയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഒരംശം പോലും സംശയം ബാക്കി വെക്കാതെ അറിവിൻ്റെ വെളിച്ചത്തിലൂടെ ശ്രീരേഖ യാത്ര തുടങ്ങിയിട്ട് 16 വർഷങ്ങൾ പിന്നിടുന്നു. അകക്കണ്ണിൻ്റെ വെളിച്ചത്തിലൂടെ അറിവിൻ്റെ തെളിച്ചത്തിലേക്ക് വഴി നയിക്കുകയാണ് ഈ അധ്യാപിക. ആലപ്പുഴയിൽ നിന്നും ആറാദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മൻ കി ബാത് ലിസണേഴ്സ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൗത്ത് സോൺ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ റേഡിയോയായ ശ്രദ്ധ FM-ന്റെ 8ാം വാർഷികത്തിലാണ് മൻ കി ബാത് ലിസണേഴ്സ് ക്ലബിന് തുടക്കമായത്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ പ്രധാന ഹാളിൽ അണിനിരുന്ന വിദ്യാർത്ഥികൾക്ക് നടുവിലൂടെ വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക്. സ്വാഗതത്തിന്റെ പിന്നാലെ നിറപ്പകിട്ടോടെ ചടങ്ങിന് തുടക്കമായി. സ്കൂൾ റേഡിയോയുടെ 8 വർഷത്തെ വിജയയാത്ര സാഭിമാനം വീഡിയോ വാളിൽ പ്രദർശിപ്പിച്ചപ്പോൾ അഭിമാനം വാനോളം ഉയർന്നു. Of Amrita Kairali Vidya Bhavan, no one knew then that this tiny spark would grow into a radiant beacon of creativity, learning and inspiration. Today, that dream resonates through the countless voices as Shraddha FM radio celebrates 8th glorious anniversary. തുടർന്ന് മൻ കി ബാത് ലിസണേഴ്സ് ക്ലബിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം. 136 എപ്പിസോഡുകൾ പിന്നിട്ട മൻ കി ബാത്തിന്റെ മികവും സാധ്യതകളും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വി പളനിച്ചാമി IAS അവതരിപ്പിച്ചത് സ്വന്തം അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിലായിരുന്നു. I remember the first day when our honorable Prime Minister gave the speech on Man Ki Baat. It was 3rd October 2014. Every episode our PM brings innovation. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്താൻ 10, 11, 12 ക്ലാസുകൾക്ക് വേണ്ടി നടത്തിയ ഇൻട്രാക്ട് സെഷനും ശ്രദ്ധേയമായി. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. നമുക്ക് കുറേ വാല്യുബിൾ ഇൻസൈറ്റ്സ് ആണ് നമ്മളായിട്ട് ഷെയർ ചെയ്തത്. എങ്ങനെ ഒരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് പാഷനേറ്റ് ആയിരിക്കാം നമ്മൾ കരിയറിനെ കുറിച്ച്, അതെല്ലാം നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അസുലഭ നിമിഷത്തിന് സാക്ഷിയായതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും പങ്കുവച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് മൻ കി ബാത് ലിസണേഴ്സ് ക്ലബ്ബ് നമ്മൾ ഇന്നിവിടെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം മൻ കി ബാത് കോമ്പറ്റീഷനിലെ വിന്നറായിരുന്നു. ഞാൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു കോൺസെപ്റ്റ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നരേന്ദ്രമോദിജീൻ്റെ ഓരോ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമുക്ക് കൂടുതൽ അറിയാനുള്ള ആ ഒരു ആഗ്രഹം, ഇതെല്ലാം കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കൂളിലെ റേഡിയോ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമെന്ന് ചുമതല വഹിക്കുന്ന അധ്യാപികയും പറഞ്ഞു. ഈ ഒരു വേദി എന്ന് പറയുന്നത് അവരുടെ ടാലൻറ്റ് അതിനെ പോളിഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഹോൾ ടീച്ചേഴ്സിന്. ആക്ച്വലി ഇറ്റ്സ് എ ടീം വർക്ക്. ശ്രദ്ധ FM-ന്റെ സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച ശേഷമാണ് വി പളനിച്ചാമി IAS മടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിപണി വിലയിരുത്തലുമായി ചേരുകയാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. ശ്രീ ദിലീപ്, ഇന്നത്തേക്ക് പ്രതീക്ഷിക്കാം വിപണിയിൽ? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 3-4 ദിവസം തുടർച്ചയായി ഉണ്ടായ നേട്ടത്തിന് ശേഷം ഇന്നലെ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങും. ആഗോള ഘടകങ്ങളെല്ലാം അനുകൂലമാണ്. US ഇറാൻ സംഘർഷാവസ്ഥ അയവ് വന്നതും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ട് ഗണ്യമായ ഇടിവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വീണ്ടും നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞതുമെല്ലാം വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ്. രണ്ടാം തര ചെറുകിട കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം നിലവിലുണ്ട് താനും. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. 24,750 എന്ന നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഇനി പ്രധാനം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉയർന്ന നിലവാരത്തിന്റെ അടുത്ത നിലവാരമാണിത്. ഈ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിപണി 24,900 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്ന് റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗമാണ്.
നിരക്കുകളിൽ മാറ്റമില്ലാതെ തുറന്നേക്കും എന്ന് തന്നെയാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള നീക്കമാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ സൂചനകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യമായ വിലയിരുത്തലുകൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, വിപണി വിലയിരുത്തലുമായി ഒപ്പം ചേരുകയായിരുന്നു ഓഹരി വിദഗ്ധൻ കെ ദിലീപ്. മുൻ DGP ഋഷിരാജ് സിംഗിന്റെ പുതിയ പുസ്തകം ഡു ഇറ്റ് ബെറ്ററിന്റെ പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി യു രത്തൻ ഖേൽക്കർ VD സതീശനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG ഹർഷിത അറ്റലൂരി പങ്കെടുത്തു. IAS എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗൈഡാണ് ഋഷിരാജ് സിംഗിന്റെ പുതിയ പുസ്തകമെന്നും 40 വർഷം മുൻപാണ് പുസ്തകം പുറത്തിറങ്ങിയിരുന്നതെങ്കിൽ താൻ ഈ സ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്ന ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ്. കുട്ടികൾ, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ പോലും ഇത് വായിച്ചാൽ ഈ പരീക്ഷയ്ക്ക് അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കുട്ടികളെ തയ്യാറെടുക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത് 40 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ മുഖ്യമന്ത്രിയായിട്ട് വേദിയിലുണ്ടാവില്ല. ശരിക്കും എനിക്ക് തോന്നി. കാരണം ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.